നമസ്കാരം. സണ്ണിക്ക് മന്ത്രിപ്പണി പോയി, ആദ്യ വിക്കറ്റ് വീണു. അളിയന്റെ നിയമനം പാരയായി, സണ്ണി രാജിവെക്കും. ഇങ്ങനെ ഒരു വാർത്ത വരുമെന്ന് ആരും തന്നെ ചിലപ്പോൾ കരുതിയിരിക്കില്ല. UDF അധികാരത്തിലേക്ക് എത്തപ്പെടുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. കാരണം കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ, ജനദ്രോഹ നടപടികൾക്കെതിരെ, ജനവികാരം മാനിക്കാത്തതിനെതിരെ വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേരള ജനത വിധിയെഴുത്ത് നടത്തുകയായിരുന്നു. അതുകൊണ്ടാണ് 102 സീറ്റ് നേടി UDFന് അധികാരത്തിലെത്താൻ കഴിഞ്ഞതും 35 സീറ്റിലേക്ക് LDF എന്ന് പറയപ്പെടുന്ന മുന്നണി ചുരുങ്ങിപ്പോയത്. അപ്പോൾ ഇതൊക്കെ കഥകളായി, ചരിത്രമായി നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. പക്ഷെ അപ്പോഴും ചില ചരിത്രങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കേരള ജനതയെ അക്ഷരാർത്ഥത്തിൽ അവരുടെ ആശകളെ നിരാശയാക്കുന്ന തരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു VD സതീശനും സംഘവും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ LDF സർക്കാർ അധികാരത്തിൽ വന്നിരുന്ന കാലഘട്ടങ്ങളിൽ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ വല്ലാതെ കൊഴുത്ത് തടിച്ച ആവേശത്തോടുകൂടി മാധ്യമങ്ങളും ഒപ്പം തന്നെ പൊതുസമൂഹവും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നതാണ്. EP ജയരാജൻ ഈ ബന്ധു നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യം വരെ നമ്മൾ കണ്ടതുമാണ്. ഇതാ വീണ്ടും ഇവിടെ UDF അധികാരത്തിലേറി 2 ആഴ്ച തികയുന്നതിന് മുൻപ് ഒരു മന്ത്രിയുടെ പണി പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് ഈ ബന്ധു നിയമന വിവാദമാണ്. ആ ബന്ധു നിയമന വിവാദം നന്നായിട്ട് കൊഴുക്കുന്നുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോഴും വിമർശനത്തിന് ഒരു കുറവും ഉണ്ടാകുന്നില്ല. എന്നാൽ മൗനത്തിലാണ് സണ്ണി മന്ത്രി. സണ്ണി മന്ത്രി ഒരു അക്ഷരം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല കേട്ടോ. അളിയനെ നിയമിച്ചത് പാരയായി മാറിയല്ലോ കർത്താവേ എന്നായിരിക്കും സണ്ണി ജോസഫ് ഇപ്പോൾ ആരുമില്ലാത്ത സമയം ഒറ്റയ്ക്ക് കർത്താവിനോട് സംസാരിക്കുന്നത്. രാജിവെച്ച് മറ്റു വല്ല പണിക്കും പോകേണ്ടി വരും എന്നുകൂടി ഇപ്പോൾ സണ്ണി മന്ത്രി ചിന്തിക്കുന്നുണ്ടാവും. മറ്റൊന്ന്, സർക്കാരിനെതിരെ വിമർശിക്കുവാൻ കിട്ടുന്ന അവസരങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അന്തം കമ്മികളും അന്തം സംഖ്യകളും വളരെ കൃത്യമായി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കൂട്ടുനിൽക്കാൻ നമ്മുടെ ഇവിടുത്തെ ചില മാധ്യമങ്ങളും കൂട്ടിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആർക്കും ആർക്കെതിരെയും വളരെ കൃത്യമായി വിമർശിക്കാൻ കഴിയും. അപ്പോൾ സർക്കാരിനെ വിമർശിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ നമ്മുടെ ഗീവർഗീസ് മാർ കൂറിലോസ് ഉണ്ട് എന്നുള്ളതാണ് സ്വാഭാവികം. ആർക്ക് വേണോ ഈ പറയുന്ന സർക്കാരുകൾക്കെതിരെ വിമർശിക്കാം, വളരെ കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും വേണം. കാരണം വിമർശനങ്ങളിൽ നിന്നുകൊണ്ട് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വേണം സതീശനെ പോലുള്ളവർ ഭരിക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാരാണ് ഇത് എന്നും ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങളെ അധികാരത്തിലേക്ക് കയറ്റിവിട്ടതാണ് എന്ന് പൊതുസമൂഹം വിളിച്ചു പറയുകയാണ്. അപ്പോൾ അവരോട് നിങ്ങൾക്ക് ചില കമ്മിറ്റ്മെന്റ് ഉണ്ട്, ചില തീർത്താൽ തീരാത്ത ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി സഞ്ചരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ തിരുത്താൻ അവർ വീണ്ടും തയ്യാറെടുക്കും. അപ്പോൾ ഇവിടെ ഇതാ അധികാരമേറ്റ് 1 മാസം തികയും മുമ്പ് ബന്ധു നിയമന വിവാദം ഉയർന്നിരിക്കുന്നു. ആ ബന്ധു നിയമന വിവാദം എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിന് തിരിച്ചടിയാവുകയാണ്. വൈദ്യുതി മന്ത്രിയായിട്ടുള്ള സണ്ണി ജോസഫ് സഹോദരി ഭർത്താവിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയതിൽ വിമർശനവുമായിട്ട് പല മേഖലയിൽ നിന്നുള്ള ആൾക്കാർ, അതിപ്പോ പ്രതിപക്ഷത്ത് നിന്നാണെങ്കിലും ചിലപ്പോൾ ഭരണപക്ഷത്ത് നിന്നാണെങ്കിൽ പോലും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ യാക്കോബായ സഭയുടെ നിരണം ഭദ്രസനാധിപനായിട്ടുള്ള ഗീവർഗീസ് മാർ കൂറിലോസും രംഗത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് എത്രയേ ഉള്ളൂ, വളരെ 2 വാചകങ്ങൾ ഒതുക്കി തീർക്കാവുന്ന കാര്യങ്ങൾ മാത്രം. ജനങ്ങൾ ഇപ്രാവശ്യം വോട്ട് ചെയ്തത് സമഗ്ര മാറ്റത്തിന് വേണ്ടിയായിരുന്നു, അല്ലാതെ ഒരു കാലിലെ മന്ത് മറ്റേ കാലിലേക്ക് മാറ്റുവാനായിരുന്നില്ല എന്നാണ് കൂറിലോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. എത്രത്തോളം അർത്ഥവത്തായ പോസ്റ്റാണെന്ന് നോക്കൂ. ഒരു കാലിലെ മന്ത് മറ്റേ കാലിലേക്ക് മാറ്റുവാൻ വേണ്ടി ഇത്രത്തോളം ഭൂരിപക്ഷം കൊടുത്തൊരു ജനതയെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് സതീശൻ, നിങ്ങളെ ഈ ജനം വിശ്വസിക്കുന്നുണ്ട്. എം.എൻ. കാരശ്ശേരി മാഷ് പറഞ്ഞതുപോലെ, ഒരു പ്രസംഗത്തിനിടയിൽ പറഞ്ഞതുപോലെ, സതീശൻ തിരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളോട് പറഞ്ഞതെല്ലാം ജനങ്ങൾ കേട്ടിരിക്കുന്നു. ആ ജനങ്ങൾ അത്തരത്തിൽ കേട്ടത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ മുഖ്യമന്ത്രിയായത്. ഇനി നിങ്ങളിപ്പോൾ അധികാരത്തിലേറിയിരിക്കുന്നു.
ഇനി ജനങ്ങൾ പറയും, നിങ്ങൾ കേൾക്കണമെന്നുള്ളതാണ്. അത് കേൾക്കുവാനുള്ള സഹിഷ്ണുത വി ഡി സതീശൻ ഉണ്ടാകണം. കൂട്ടത്തിലുള്ളവർ തന്നെ നിങ്ങളുടെ കുതികാല് വെട്ടും എന്നുള്ള വലിയ ചിന്താഗതി മനസ്സിലുണ്ടായിരിക്കണം. ആ തിരിച്ചറിവുണ്ടായിരിക്കണം. കൂടെ നിൽക്കുന്നവൻ നിങ്ങൾക്കിട്ട് പണി വയ്ക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത് മിസ്റ്റർ സതീശൻ. ഇത് സാംസ്കാരിക ലോകത്തെ പലരും ഇപ്പോൾ വി ഡി സതീശന് നൽകുന്ന ഒരു ഉപദേശമാണ്. വളരെ കൃത്യമല്ലേ ഗീവർഗീസ് മാർ കൂർലോസ് പറയുന്ന കാര്യം? ജനങ്ങൾ ഇപ്രാവശ്യം വോട്ട് ചെയ്തത് സമഗ്ര മാറ്റത്തിന് വേണ്ടിയായിരുന്നു, അല്ലാതെ ഒരു കാലിലും ഒന്ന് മറ്റേ കാലിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 10 വർഷക്കാലം ഇവിടെ ഭരിച്ചിരുന്ന പിണറായി വിജയൻ സർക്കാർ ഒരു ദുരന്തമായിരുന്നു. ആ ദുരന്തത്തെ തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് വി ഡി സതീശൻ എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങിയതും ഇന്ന് നിങ്ങൾ അധികാരത്തിലെത്തിയതും. എന്നിട്ടും ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുകയാണെങ്കിൽ അവിടെ സതീശൻ ജനങ്ങൾ തോറ്റുപോയിരിക്കുന്നു നിങ്ങളുടെ മുന്നിൽ. കാരണം വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങളെ തിരഞ്ഞെടുത്തിട്ട് നിങ്ങളും മറ്റുള്ളവരെ പോലെ തന്നെയാണ് എങ്കിൽ പിന്നെ ഈ ജനം എന്തിനാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്തത് എന്ന് അവർ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ തുടക്കത്തിൽ തന്നെ വിവാദമായി തീർന്ന എന്താണ്? ബന്ധു നിയമനമാണ്. ആ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ എന്ന് പറയപ്പെടുന്ന സ്വജനപക്ഷപാതമാണ്. ആ സ്വജനപക്ഷപാതത്തിലേക്ക് ബന്ധു നിയമനം കൊണ്ടുവരുമ്പോൾ ബന്ധു നിയമനം എന്ന് പറയപ്പെടുന്ന പ്രതിഷേധാർഹമായ കാര്യമാണ്. അത്തരത്തിലൊരു സംവിധാനം കൊണ്ടുവരുവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യാക്കോബായ സഭയും യാക്കോബായ മെത്രോപൊലിത്തയും വ്യക്തമാക്കുന്നത് തുടക്കത്തിൽ തന്നെ വിവാദമായിട്ടുള്ള ബന്ധു നിയമനം എന്ന് പറയപ്പെടുന്ന സ്വജനപക്ഷപാതം തന്നെയാണ്. ബന്ധു നിയമനം പ്രതിഷേധാർഹം തന്നെയാണ്. പക്ഷെ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്ത ഇന്നത്തെ ജനത്തെ അവരെ പരിഹസിക്കുന്നതാണ് ഇത്തരം നടപടികൾ എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് പിന്മാറേണ്ടത് പൊതുസമൂഹമല്ല, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ്, അവരുടെ മന്ത്രിസഭയാണ്. അപ്പോൾ ഇവിടെ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്ത ജനത്തെ പരിഹസിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ നടത്തുന്ന ഈ പേക്കൂത്തുകൾ 20 ദിവസം പോലും ആയിട്ടില്ല എങ്കിൽ കൂടിയും അത് പറയാതിരിക്കാൻ കഴിയില്ല. കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി പല കാര്യങ്ങളും വീക്ഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവർ പലരും നിങ്ങളെ ഒറ്റുകൊടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ നമ്മൾ പെസഹ വ്യാഴത്തിനും ദുഃഖവെള്ളിക്കുമൊക്കെ ശേഷം ഈസ്റ്റർ വരുമ്പോൾ അതൊരു ഉയർത്തെഴുന്നേൽപ്പാണ് എന്ന് കരുതും. അത്തരത്തിലൊരു ഉയർത്തെഴുന്നേൽപ്പ് ഈ 10 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ജനങ്ങൾ ഉണ്ടാക്കി തരുമ്പോൾ നിങ്ങളത് കണ്ടില്ല എന്ന് നടിച്ചു പോയാൽ ജനങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് അതുപോലെ തന്നെ ഒരു പെസഹ വ്യാഴത്തിൽ ക്രൂശിക്കപ്പെടുകയും കുരിശിലേറ്റുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് LDF സർക്കാർ ചെയ്തു വെച്ച കെടുകാര്യസ്ഥതകൾ നിങ്ങളും ആവർത്തിക്കുകയാണെങ്കിൽ അത് ബന്ധു നിയമനമാണെങ്കിലും സ്വജനപക്ഷപാതമാണെങ്കിലും അഴിമതിയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയതിന്റെ 8ന്റെ പണി UDF നിങ്ങൾക്കും കിട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ സതീശൻ പറഞ്ഞതിനെ ജനങ്ങൾ അംഗീകരിക്കുകയും കേൾക്കുകയും ചെയ്തത് കൊണ്ടാണ് ഒരു നേതാവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ള രീതിയിൽ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തത്. ആ വോട്ട് നിങ്ങൾ പാഴാക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഈ ഗവൺമെന്റ് ഈ സർക്കാരിന്റെ മുഖച്ഛായ മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ അവസാനത്തെ തിരഞ്ഞെടുപ്പ് മാത്രമായിരിക്കും. ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഈ തിരഞ്ഞെടുപ്പ് ഗോദായിൽ ജനങ്ങളോട് സംവദിക്കുവാൻ ഒരു കണ്ടന്റും ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്വജനപക്ഷപാതം ഉന്നയിച്ചുകൊണ്ട് ബന്ധു നിയമനം പ്രതിഷേധാർഹമെന്ന് യാക്കോബായ മെത്രോപൊലീത്ത അടക്കം വ്യക്തമാക്കുമ്പോൾ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്ത് ജനത്തെ നിങ്ങൾ പരിഹസിക്കുകയാണ് എന്ന് വിധി എഴുതുമ്പോൾ ഇത്തരം നടപടികൾ എന്ന് പറയപ്പെടുന്ന നടപടി ഉടൻ പിൻവലിക്കുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരണം. ഒപ്പം തന്നെ ബന്ധു നിയമന വിവാദങ്ങൾ അടക്കമുള്ള വിവാദങ്ങളിൽ നിന്ന് എല്ലാ മന്ത്രിമാരും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു പറയേണ്ടിയിരിക്കുന്നു. ഇപ്പൊ സണ്ണി മന്ത്രിക്ക് പണി പോയാൽ അദ്ദേഹം വീട്ടിൽ ചെന്നിരിക്കുമായിരിക്കും. അളിയന്റെ നിയമനം പാടയായിട്ട് സണ്ണി മന്ത്രി രാജിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒരു കാര്യം മാത്രം ബാക്കിയാകുന്നത്, ഇവിടെ ഇപ്പോ മാർ കൂർലോസ് പറയുന്നത് പോലെ ഈ ബന്ധു നിയമനം എന്ന് പറയപ്പെടുന്ന പ്രതിഷേധാർഹമാണ് എന്ന് പറയപ്പെടുമ്പോഴും എന്ത് സാഹചര്യമാണ് ഉണ്ടായിരുന്നത്? നിങ്ങൾ നടത്തിയ ഇത്തരത്തിലുള്ള പ്രവണതകൾ LDF കഴിഞ്ഞ 10 വർഷം ഇവിടെ നടപ്പിലാക്കിയതാണ്. അതിനു വേണ്ടിയിട്ടല്ല, ഒരു കാലിൽ മന്ത്രിയുള്ള ആളെ മറ്റേ കാലിലേക്ക് തിരിച്ചു മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഇവിടെ ഇപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കുക എന്ന് മാർ കൂർലോസ് അടക്കം പറയുമ്പോൾ
ഒന്ന് ചിന്തിക്കുക മിസ്റ്റർ വി ഡി സതീശൻ. നിങ്ങളെ തകർക്കാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ആദ്യത്തെ പേരുകാരനായിരിക്കും ഈ പറയുന്ന ആൾക്കാർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നിങ്ങളെ ഒറ്റുകൊടുക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന 20 മന്ത്രിമാർ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ മാത്രം, ഒരാൾ മാത്രമായിരിക്കും മാറി നിൽക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്നത്. ബാക്കിയുള്ള 19 പേരും മന്ത്രിസഭയിലുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഇടയിൽ നടക്കുന്നത് എന്താണ് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു മാനസിക വളർച്ച അത് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് വളരെ വലിയ വായനാശീലം അടക്കമുള്ള ഈ വി ഡി സതീശനെ പോലുള്ള നേതാക്കൾ അത്യന്താപേക്ഷിതമാണ് ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള സംസ്ഥാനങ്ങൾക്ക്. പക്ഷെ ഇപ്പോൾ നടക്കുന്ന പ്രവണതകൾ ഒരിക്കലും ആശാസ്യമല്ല എന്ന് പറയട്ടെ. ഇത്തരത്തിൽ ഒരു സമൂഹത്തെ വല്ലാതെ ഇല്ലാതാക്കി കളയുന്ന തരത്തിലേക്ക് അവരുടെ സ്വപ്നങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെ, അവരുടെ പ്രതീക്ഷകളെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ നിങ്ങളുടെ KPCC പ്രസിഡന്റായിരുന്ന സണ്ണി ജോസഫ് അടക്കം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് മഹാവൃത്തികേടാണ് എന്ന് വിളിച്ചു പറയേണ്ടി വരുന്നു. ചെയ്തു കൂട്ടുന്ന ഇത്തരത്തിലുള്ള സ്വജനപക്ഷപാതത്തിന് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. സണ്ണി മന്ത്രിക്ക് പണി പോകട്ടെ, ആദ്യത്തെ വിക്കറ്റ് അങ്ങനെ വീഴട്ടെ, അളിയന്റെ നിയമനം പാഴയായി തീരുകയും സണ്ണി മന്ത്രി രാജിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തത് UDF-ന് അത് ഗുണമല്ല, പകരം അത് UDF-ന്റെ ഒരു കോട്ടം സംഭവിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ UDF-ന്റെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തി തുടങ്ങിയിരിക്കുന്നു. അതിൽ നിങ്ങളുടെ കൂടെയുള്ളവരാണ് അതിന്റെ ഉത്തരവാദികൾ എന്ന് തിരിച്ചറിയുവാൻ വി ഡി സതീശന് കഴിയുമ്പോൾ മാത്രമേ ഈ UDF സർക്കാർ മുന്നോട്ട് പോകൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം പലതരത്തിലുള്ള ബാലാരിഷ്ടതകൾ നേരിടുന്നുണ്ട്. ഈ 2 ആഴ്ച കാലമായിട്ട് ഒരിടത്തും എത്തിയിട്ടില്ല. ഒരു ട്രാക്കിലേക്ക് എത്തുവാൻ ഇതുവരെയും വി ഡി സതീശനും മന്ത്രിമാർക്കും കഴിയില്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ്. പക്ഷെ ആ പോരായ്മയൊക്കെ പരിഹരിക്കും എന്നുള്ള വലിയ പ്രതീക്ഷ ഇപ്പോഴും ജനങ്ങൾക്കുണ്ട്. പക്ഷെ ഇതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത തരത്തിലുള്ള പ്രവണതകൾ, ബന്ധുനിയമനങ്ങൾ, സ്വജനപക്ഷപാതം ഒക്കെ കൊണ്ടുവരുന്നത് LDF ചെയ്തത് തന്നെയാണ്. അത് നിങ്ങളും ആവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല ഈ 102 സീറ്റിന്റെ പിൻബലത്തിൽ നിങ്ങൾ അധികാരത്തിലെത്തിയതെന്ന് ജനങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കും.